ഹലോ ഹായ് വെൽക്കം ടു ശില്പ വ്ളോഗ്സ്. കുറച്ച് കാലമായി കേക്ക് ബേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടൊരു മൂഡ് തോന്നുന്നു. ആദ്യം ഒരു ഗീ കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിക്കുക. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സർപ്രൈസൊക്കെ ആയിക്കോട്ടെ. എന്തായാലും വീട്ടിലുണ്ടാക്കിയ ഗീയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഗീ കേക്ക് ഉണ്ടാക്കിയാലോ? ഓക്കേ, നമ്മളിന്ന് കേക്ക് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചരുവം നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അകത്തൊരു റിങ്ങൊക്കെ ഇറക്കി വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ബാറ്ററിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായിരിക്കരുത്. വെളിയിൽ വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര, സാധാരണ പഞ്ചസാര, ജസ്റ്റ് നമ്മൾ വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മഞ്ഞയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഡിസോൾവ് ചെയ്യുന്നത്. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഗ്ലാസ് ബൗൾ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ചെയ്യണം. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് മിക്സിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഫുൾ ഡിസോൾവ് ആയതിനു ശേഷം 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്ത് വെച്ച് ഒരു സീവിൽ വെച്ചിട്ട് അതിനകത്തോട്ട് അരിച്ച് ചേർക്കുക. എന്നിട്ട് ഈ ബാറ്റർ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ഒരു 1/2 കപ്പ് പാല്, 1/2 കപ്പ് നെയ്യ്. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്, വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. ഈ തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് നെയ്യ് വെച്ച് തന്നെ ഗ്രീസ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഈ തിളച്ച് വന്ന മിക്സ് നമ്മുടെ നേരത്തെ വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ആ ചൂടോട് തന്നെ ഒഴിക്കാം, ഒരു കുഴപ്പമില്ല. ഒഴിച്ചതിന് ശേഷം വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്യണം. അത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ബാറ്റർ കേക്ക് ട്രേയിലേക്ക് പകർന്നു കൊടുക്കണം. ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുടിയും കിടക്കുന്ന എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതങ്ങ് പോകും. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ച് ഒരു 20-25 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പം ഒരു 25 മിനിറ്റ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ നമുക്ക് ഏകദേശം പരുവം കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ആ ടൂത്ത് പിക്ക് വെച്ച് നമ്മളൊന്ന് തൊട്ട് നോക്കണം, എന്തെങ്കിലും ഒട്ടി പിടിച്ചിട്ടുണ്ടോ. ഇല്ല, ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റാണ്. ഇനി തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്, നമ്മുടെ ആ നെയ്യുടെ മണമുണ്ടല്ലോ, ഭയങ്കരമാണ്. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ അതിൽ നിന്ന് എടുക്കണം, സൂക്ഷിച്ചെടുക്കണം. കാര്യം ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിന് ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ആർക്കുമില്ല. എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ്, കുട്ടികളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്തോരം സോഫ്റ്റ് ആണെന്നുള്ള. വായി വെച്ചാൽ തന്നെ അലിഞ്ഞു പോവും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണിത്. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും പ്രശ്നമൊന്നും പറ്റിയില്ല, കേക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇനി അടുത്ത വീഡിയോ ആയിട്ടും ഉടനെ വീണ്ടും കാണാം. ക്രിസ്മസ് അല്ലേ, നമുക്ക് ഒരുപാട് കേക്ക് വീഡിയോസ് ചെയ്ത് കളയാം. ഓക്കെ, ബൈ.